കേരളത്തിന്റെ കാലാവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിസംബർ മാസമാണെങ്കിലും ഒരു ജൂൺ മാസത്തിന്റെ പ്രതീതിയാണ് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത മഴയിൽ നല്ല രീതിയിൽ നമ്മുടെ മാവിന്റെ പൂപ്പുകൾ നശിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 100% ശാസ്ത്രീയവും ആധികാരികവുമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉറപ്പായിട്ടും കമൻ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ പറയട്ടെ, ഇത് വലിയ വൻമരങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഡ്രമ്മുകളിൽ കൃഷി ചെയ്യുന്ന മാവുകൾക്കും അതുപോലെ തന്നെ 1-2 ആൾ പൊക്കത്തിൽ വളർത്തുന്ന ഒട്ടുമാവുകളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മാവിൽ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ ഇത്തരത്തിലുള്ള കുഞ്ഞു ചെടികളിലും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കൃഷി രീതിയെ പറയുന്ന പേരാണ് മഴമറ കൃഷി. അതായത് മഴയുണ്ടാക്കുന്ന ആഘാതത്തിൽ നിന്ന് നമ്മുടെ വിളകളെ സംരക്ഷിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് 75% സർക്കാർ സബ്സിഡിയോട് കൂടി വരെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പൈസ കിട്ടിയ കർഷകരും നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിലേക്ക് മുടക്കുകയാണെങ്കിൽ 75,000 രൂപ വരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. GI പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറിൽ മുകൾ ഭാഗം പ്രകാശം കടന്നു വരുന്ന ഇതിന് അനുയോജ്യമായ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് മൂടിയതാണ് മഴമറ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വശങ്ങൾ തുറന്നായിരിക്കും കാണപ്പെടുന്നത്. ഈ ഒരു കൃഷിരീതി എങ്ങനെ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസറെ സമീപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വരെ അതിൽ മുടക്കാമെന്നും എത്ര രൂപ വരെ തിരിച്ചു കിട്ടുമെന്നും നിങ്ങളുടെ സ്ഥലത്തിന് എന്തോരം വലിപ്പമുള്ള മഴമറ കൃഷി ആവശ്യമുണ്ടെന്നൊക്കെ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം.